ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു കൂന്തൽ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് കാണാനല്ലേ, അന്ന് അതിലേറെ ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്ത് നോക്കിട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് കുഞ്ഞു കൂന്തൽ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒരു സെമി ആയിട്ടുള്ള കൂന്തലൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ സാധാരണ വാങ്ങിക്കാറ്. പിന്നെ 1 kg കിട്ടും. ഇതന്ന് ചെന്നപ്പോൾ ഇത് കൊണ്ടുപോയി കാണിച്ചു തന്ന്, നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞ് ആ പയ്യനെ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇതിന് നല്ല ജീവനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വയറിൻ്റെ അവിടെ തൊട്ട് നോക്കുമ്പോൾ ഇല്ലേ, അതിങ്ങനെ ഒരു തുടിപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അതിനെങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മഷിയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റാട്ടോ അത്. പക്ഷെ അപ്പുറം വശമല്ലേ ഇപ്പോൾ ഒരു ഡിസൈനൊക്കെ ആയിട്ടുള്ള അവിടെ ഭയങ്കര ഹാർഡാണ്. ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ കണ്ണ്, അതിൻ്റെ വെള്ളത്തിൽ കിടന്ന് പറക്കുന്ന ചിറക് പോലത്തെ സാധനം, പിന്നെ തുമ്പിക്കൈ പോലുള്ള വലിയ, നമ്മൾ ചെറുതല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ചെറുതിൻ്റെയൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. 1 kg വരെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് 2 കിലോയുടെയൊക്കെ ഇങ്ങനെ കാണണേ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് എങ്ങനെ ശരിയാക്കും എന്നൊക്കെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സാധാ നന്നാക്കും പോലെ തന്നെ നന്നാക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനിതിനെ മൊത്തത്തെ ക്ലീൻ ചെയ്ത് ഒരു 1/2 ലിറ്ററോളം ബ്ലാക്ക് നമ്മുടെ ഇതുണ്ടല്ലോ മഷി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനിതാ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മളിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ലിഡ് വെച്ചൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒറ്റ വിസിൽ വന്നിട്ട് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണേ. ഇത് കുക്കറിൽ വെക്കണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടി കൂടുതലുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാക്കൊത്തും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ 2 വലിയ സവാള, മസാല വേണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു 1.5 പോർഷൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാറ്റി വെച്ചേക്കുവാണേ. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. ഇതിലുള്ള ഒരു വേപ്പർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും. ആ വെള്ളം തന്നെ അതിലേക്ക് എപ്പോഴും പറയും പോലെ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണേ. അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറഞ്ഞ് നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അത് പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. വേറെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളക്കുക. അപ്പോൾ ഇത് കുറച്ച് ഇളക്കാൻ പ്രയാസമായിരിക്കും. അത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ മസാലകളൊക്കെ ചുരുങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഇളക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറണതാണ്. നമ്മളിതിൽ എരിവിനേക്ക് നമ്മൾ മുളക് പൊടി കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ, കാശ്മീരി. അതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടി കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ആട്ടോ, അതും ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ കളർ ചേഞ്ച് മാറും. അതും നമുക്ക് പെട്ടെന്നല്ല, ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ വേണം ഇതൊക്കെ ഇളക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ചൂടുവെള്ളമില്ലേ, തിളച്ച വെള്ളം, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മസാല മൊത്തം ഇതിൽ പിടിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളത് വീണ്ടും 1-2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുന്ന ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, നല്ല സ്മെല്ല് കിട്ടാനായിട്ട്. എൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, കുറച്ച് കൂടുതലിട്ടാൽ നല്ല വാസനയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി നമ്മളുടെ സംഭവം റെഡിയായി. ഉപ്പൊക്കെ നോക്കി നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഇനി ഞാനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇത് നമുക്കൊരു 3-4 ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ.